2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പാലക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഏറെക്കുറെ എന്ന് പറഞ്ഞാൽ 99% രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോഴേ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി 11 ഇതേ ഫെബ്രുവരി 1 രാഹുൽ മാങ്കൂട്ടത്തിൽ ആസ് എ MLA എന്നുള്ള രീതിയിൽ അയച്ച ഒരു ലെറ്റർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മണ്ഡലത്തിൽ ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ, മണ്ഡലത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, പക്ഷേ മണ്ഡലത്തിലെ MLA ഓഫീസ് സജീവമായ പ്രവർത്തനങ്ങളാണ് ഈ നിമിഷം വരെ തുറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ എത്തുന്ന പരാതികൾക്കും മറ്റ് രാഹുൽ മാങ്കൂട്ടം തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ, സ്മൈൽ ഭവന പദ്ധതി, ഇത്തരം പദ്ധതികളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മണ്ഡലത്തിലെ MLA ഓഫീസ് സജീവ ഇടപെടലുകളുമായിട്ട് മുന്നോട്ട് തന്നെ യാത്ര തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അവിടെ രാഹുൽ മണ്ഡലത്തിലില്ലെങ്കിലും തൻ്റെ പ്രവർത്തനങ്ങൾ MLA എന്നുള്ള രീതിയിൽ താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ യാതൊരു മുടക്കവും കൂടാതെ അത് മണ്ഡലത്തിൽ വളരെ കൃത്യമായി നടക്കണമെന്ന് അദ്ദേഹം വാശിയുണ്ട്. അത്തരമൊരു തീരുമാനത്തിന് പുറത്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. മണ്ഡലത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയാണെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും രാഹുൽ ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ തുടരുന്നത് അയാൾ പാലക്കാട്ട് വീണ്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള അയാളുടെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ സൂചനകൾ നൽകുന്നത്, അല്ലേ? ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ നിങ്ങളോട് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. VK ശ്രീകണ്ഠൻ്റെ പ്രതികരണം വളരെ 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 ഉചിതമായ സമയത്ത്, രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി വലിയ ആശങ്കകളും ചോദ്യങ്ങളും നിലനിൽക്കുന്ന സമയത്ത് ശ്രീകണ്ഠനെ തുറന്നു പറച്ചിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ശ്രീകണ്ഠൻ്റെ ആ ഒരു പ്രതികരണമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലെറ്റർ വന്നത് കാണുമ്പോൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA എന്നുള്ള ലെറ്റർ പാഡിൽ നിന്നുള്ള ഒരു കത്താണ്. കത്ത് ഡേറ്റ് ഇട്ടിരിക്കുന്നത് 1/2/2026 എന്നാണ്. ഈ കത്ത് അയച്ചിരിക്കുന്നത് പാലക്കാട് നഗരസഭാ കൗൺസിലർ ആയിട്ടുള്ള 41 വാർഡിൽ നിന്നുള്ള നഗരസഭാ കൗൺസിലർ PS വിപിനാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട PS വിപിൻ, MLA ഫണ്ടിൽ നിന്നും വാർഡിലെ പുതുപ്പള്ളിത്തെരുവ് ഡ്രൈനേജ് പ്രവൃത്തിക്ക് 10 ലക്ഷം രൂപയും നൂറാണി ഗ്രാമത്തിൽ ഒരു മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇക്കാര്യം വാർഡിലുള്ളവരെ അറിയിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ എൻ്റെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് എന്നാണ് ഈ കത്ത്. ഈ കത്തിൽ അത്രയേ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത് ഫെബ്രുവരി 1 ഈ കത്ത് അയച്ചിരിക്കുന്നത്. പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള PS വിപിനാണ് കത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ കത്തിൽ പറയുന്നിരിക്കുന്നത് PS വിപിൻ്റെ വാർഡിൽ ഒരു 10 ലക്ഷം രൂപയുടെ ഡ്രൈനേജ് പ്രവൃത്തിയുമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തൻ്റെ മണ്ഡലമായ പാലക്കാട് ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത നൂറാണിയിലെ ഉത്സവത്തിലെ നൂറാണിയിലെ ഉത്സവത്തിലാണ് പങ്കെടുത്തത്. ആ നൂറാണിയിൽ ഒരു മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറിയിച്ചുകൊണ്ടാണ് അത്തരം 2 കാര്യങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടികൾ MLA ഓഫീസ് നടത്തി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മണ്ഡലത്തിലില്ലെങ്കിലും രാഹുൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ ത്വരിതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ മണ്ഡലത്തിലില്ലാത്ത രാഹുലിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എത്രമാത്രം അത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കുമെന്നുള്ള കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഇല്ലെങ്കിലും അയാൾ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഓഫീസിലെത്തുന്ന MLA ഓഫീസിലെത്തുന്ന പരാതികളും അതുപോലെ നിവേദനങ്ങളിലും ഒക്കെ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, രാഹുലിൻ്റെ പ്രവർത്തനങ്ങളുമായി രാഹുൽ മുന്നോട്ട് പോകട്ടെ. അയാൾ മണ്ഡലത്തിൽ ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ. തൻ്റെ അഭാവത്തിലും
തൻ്റെ ജനങ്ങൾ എന്നുള്ള രീതിയിൽ താൻ വിജയിച്ചു കയറിയ മണ്ഡലത്തോട് താൻ ചെയ്യേണ്ട കടമകൾ നിർവഹിക്കണമെന്ന് വ്യക്തമായ ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള രാഹുൽ മാങ്കൂട്ടം ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. രാഹുൽ പാലക്കാട് തനിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി, UDFൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു മുടക്കവും വരുത്താതെ MLA ഓഫീസ് തുറന്നു പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെയാണ് ശ്രീകണ്ഠൻ്റെ വാക്കുകൾ. അതുപോലെ പാലക്കാട്ടെ ബ്ലോക്ക് കമ്മിറ്റി നിലവിൽ ആരംഭിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ, ആ പരിപാടികളെയൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടി വരുന്നത് അല്ലേ? ശ്രീകണ്ഠൻ്റെ വാക്കിൽ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ഒരു പേരിൻ്റെ അഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശ്രീകണ്ഠൻ പറയാതിരുന്നതിനും കാരണമുണ്ട്. കാരണം ശ്രീകണ്ഠനല്ല ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത്. ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട അധികാരം ശ്രീകണ്ഠന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രീകണ്ഠൻ ആ പേര് മാത്രം പറഞ്ഞില്ല എന്നുള്ളൂ. അതുപോലെ തന്നെയാണ് വളരെ രാഹുലുമായി അടുത്ത് നിൽക്കുന്ന പാലക്കാട്ടെ ബ്ലോക്ക് കമ്മിറ്റി, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കന്മാർ. അവർ ഓൾറെഡി പാലക്കാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങളിൽ വ്യാപൃതരായി കഴിഞ്ഞു. രണ്ടാം ഘട്ട പ്രചരണങ്ങളിലേക്ക് അവർ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇത്രയധികം ആത്മവിശ്വാസത്തോടുകൂടി അവർ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചോളൂ. ഞാനിത് ഉറപ്പിച്ച് പറഞ്ഞതാണ്. വേണമെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് 99% എന്നാണെങ്കിൽ ഒരു പക്ഷേ 99.99% എന്ന് പറഞ്ഞാൽ 100-ന് 0.01% കുറവ്. അങ്ങനെ 100 എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ? അല്ലാതെ ഇപ്പോൾ രാഹുൽ ഇത്രയും കഷ്ടപ്പെട്ട് മണ്ഡലത്തിലില്ലാത്ത MLA ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അയാൾ ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഒരിക്കലും അത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലില്ല, രാഹുൽ മാങ്കൂട്ടം 18ഓളം ദിവസം ജയിലിലായിരുന്നു. എന്നിട്ട് പോലും MLA ഓഫീസ് വളരെ കൃത്യമായി തുറന്ന് പ്രവർത്തിക്കുകയും ഇടപെടലുകളും എല്ലാ കാര്യങ്ങളും വളരെ വേണ്ട രീതിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ, രാഹുലുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രചരണങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പല ആശങ്കകൾക്കും വിരാമം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ കാത്തിരുന്നത് പോലെ രാഹുൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും സ്വതന്ത്രനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള സ്ഥാനാർത്ഥിയല്ല, കോൺഗ്രസിൻ്റെ UDFൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാ അല്ലേ? നമ്മൾ മാത്രമല്ല, രാഹുലും ആഗ്രഹിച്ചതാ, പാലക്കാട്ടെ ജനത ആഗ്രഹിച്ചതാ. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു 5 വർഷക്കാലം ഒരു ടേം പൂർണ്ണമായിട്ട് ലഭിക്കണമെന്ന് നമ്മളും ആഗ്രഹിച്ചു, പാലക്കാട്ടൻ ജനതയും ആഗ്രഹിച്ചു. അത്തരത്തിലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ പല രീതിയിൽ പല കോണുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി ആവും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം ഇപ്പം ഇതിൽ എന്തെങ്കിലും പോസിബിലിറ്റി ആവാതിരിക്കാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞ 0.01% എന്ന് പറയുന്ന ആ ഒരു പോസിബിലിറ്റി. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. എന്തിന്? രാഹുൽ സ്ഥാനാർത്ഥി ആവാതിരിക്കാൻ, അല്ലെങ്കിൽ രാഹുൽ അല്ലാത്ത മറ്റാരെങ്കിലും UDFൻ്റെ സ്ഥാനാർത്ഥിയായി വരുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ 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 ഏറ്റവും കുറഞ്ഞ സാധ്യതകൾ മാത്രമാണ്. അപ്പോൾ രാഹുൽ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ്
കണക്കാക്കുന്നത്, പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും രാഹുലുമായി ചേർന്ന് നിൽക്കുന്നവരുടെയും പ്രതികരണങ്ങളിൽ നിന്നും നമുക്കത് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ വിപ്ലവാത്മകമായ തീരുമാനമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഒരു വലിയ വിവാദം കേരളത്തിൽ പുതിയതായിട്ട് രൂപമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല, ഒരു വലിയ വിവാദം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നാലും മറ്റൊരു രീതിയിലുള്ള പല വിവാദങ്ങൾക്കും അത് കാരണമായേക്കാം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ ഒറ്റയടിക്കങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന് മറുപടി എന്ന് പറയുന്നത്.